സാധാരണ മഴക്കാലം വരുമ്പോൾ അല്ലെങ്കിൽ മഴ വരുമ്പോൾ മലയാളികൾ കുടയെക്കുറിച്ച് മാത്രമല്ല ഓർക്കുന്നു. വളരെ പോപ്പുലറായ ചില കുട ബ്രാൻഡുകളെക്കുറിച്ചുള്ള ഓർമ്മകളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. സെന്റ് ജോർജ് മുതൽ പോപ്പിയും ജോൺസും വരെ ആ ഓർമ്മകളിലുണ്ട്. കേരളത്തിലെ കുട വിപണി കീഴടക്കിയ ഒരു കുടുംബ പോരാട്ടത്തിന്റെ കഥയും കൂടി ഇതിന്റെ പുറകിലുണ്ട്. കുട നിർമ്മാണ രംഗത്ത് കേരളത്തിന്റെ കീർത്തി ലോക വിപണിയിൽ എത്തിച്ച വ്യക്തിയാണ് ടി.വി. സ്കറിയ എന്ന കുട മാത്രം സ്വപ്നം കണ്ടിരുന്ന ബേബി. സെന്റ് ജോർജ് കുടക്കമ്പനിയെ പടുത്തുയർത്തിയ ബേബിക്ക് ജീവിതത്തിലെ രണ്ടാം ഘട്ടമാണ് രണ്ടാമത്തെ മകന്റെ പേരോട് കൂടിയ കുടക്കമ്പനിയായ പോപ്പി. ഇന്നുള്ള പോപ്പിയുടെ വിജയചരിത്രം ആരംഭിക്കുന്നത് സെന്റ് ജോർജ് കുടകൾക്കും മുൻപാണ്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേ കാസിം കരീം സേട്ടിന്റെ കുടനിർമ്മാണ കമ്പനിയിൽ ജോലിക്കാരനായിരുന്ന കുട വാവച്ചൻ എന്ന തയ്യിൽ എബ്രഹാം വർഗീസിൽ നിന്നാണ് അതിന്റെ തുടക്കം. പിന്നീട് വിഭജനകാലത്ത് സേട്ട് നാട്ടിലേക്ക് മടങ്ങിയപ്പോൾ വാവച്ചനും കുമാരസ്വാമി റെഡ്ഡിയാരും ചേർന്ന് ആ സ്ഥാപനം ഏറ്റെടുത്തു. ശേഷം 1954 9 ജോലിക്കാരുമായി ഒരു വാടക കെട്ടിടത്തിൽ സ്വന്തമായി സെന്റ് ജോർജ് അംബ്രല മാർട്ട് തുടങ്ങിയതോടെയാണ് കേരളത്തിന്റെ കുടമഹാത്മ്യം ആരംഭിക്കുന്നത്. 10ാം ക്ലാസ് വെച്ച് പഠിപ്പ് നിർത്തി മക്കളായ എബ്രഹാമും സ്കറിയ എന്ന ബേബിയും മുഴുവൻ സമയം ആ കടയിൽ വന്നിരുന്നു. 1967 എബ്രഹാം വർഗീസ് മരിച്ച ശേഷവും മക്കൾ കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോയി. എന്നാൽ 1995 ഇവർ ഭാഗം പിരിയുന്നു. അങ്ങനെ നീണ്ട 41 വർഷങ്ങൾക്ക് ശേഷം സെന്റ് ജോർജ് കുട കമ്പനി പൂട്ടുന്നു. കമ്പനി പൂട്ടുമ്പോൾ വാർഷിക വിൽപ്പന 1 ലക്ഷം ഡസൻ കുടകളായിരുന്നു. എന്നാൽ ഈ കമ്പനി പൂട്ടിയതോടെയാണ് മലയാളികളുടെ മനസ്സ് കീഴടക്കിയ 2 വമ്പൻ ബ്രാൻഡുകൾ ജനിക്കുന്നത്. പിന്നീട് ഇന്ത്യൻ കുടവിപണിയുടെ 1/4 പങ്കും നിയന്ത്രിക്കുന്ന ലെവലിലേക്ക് ഇവർ വളരുകയും ചെയ്തു. സെന്റ് ജോർജിന്റെ പാരമ്പര്യത്തിൽ വിടർന്നു വന്ന 2 ബ്രാൻഡുകളാണ് പോപ്പിയും ജോൺസും. ബേബി പോപ്പി കുട തുടങ്ങിയപ്പോൾ എബ്രഹാം തുടങ്ങിയത് ജോൺസ് കുടകളാണ്. വിവിധ തരത്തിലും വർണ്ണത്തിലും പല പ്രായക്കാർക്കും പല ആവശ്യങ്ങൾക്കും പറ്റിയത് എന്ന രീതിയിൽ 150 പരം തരത്തിലുള്ള കുടകൾ പോപ്പി നിലവിൽ വിപണിയിൽ ഇറക്കുന്നുണ്ട്. 1/4 നൂറ്റാണ്ടിനു മുന്നേ കുടയുടെ ഗുണമേന്മ നിയന്ത്രണത്തിനുള്ള ISI നിബന്ധനകൾ തയ്യാറാക്കിയത് സെന്റ് ജോർജ് കമ്പനിയിൽ ബേബി നടപ്പാക്കിയ ഗുണനിലവാര നിയന്ത്രണ ചട്ടങ്ങൾക്ക് അനുസരിച്ചാണ്. ഗുണനിലവാരത്തിലും വില നിർണ്ണയത്തിലും കുടവിപണി മാതൃകയായി സ്വീകരിച്ചിരിക്കുന്നത് തങ്ങളെയാണെന്ന് ബേബി അവകാശപ്പെടുകയും ചെയ്യും. ആലപ്പുഴയിലെ പോപ്പിയുടെ കമ്പനി ഷോറൂമിലും ബേബിയുടെ വീട്ടിലും ചെന്നാൽ ആദ്യം കണ്ണിൽപ്പെടുന്നത് കുട ചൂടി നിൽക്കുന്ന ചെറിയ ശില്പങ്ങളാണ്. ലോകം എമ്പാടുമുള്ള യാത്രയിൽ ബേബി കുട ചൂടി നിൽക്കുന്ന ശില്പങ്ങൾ സ്വന്തമാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ കുടയോടുള്ള തീരാത്ത പ്രേമത്തിന്റെ ബാക്കിപത്രമാണ് ഈ ശില്പങ്ങൾ. 1/4 നൂറ്റാണ്ടിലധികമായി കുട വ്യവസായത്തിലെ നിർണായകമായ പേരാണ് പോപ്പി. സ്കൂൾ തുറക്കുമ്പോൾ നിർബന്ധമായും കുട്ടികളുടെ കയ്യിൽ ഇരിക്കേണ്ട ഒന്നായി പോപ്പി കുടയെ മാറ്റിയതിന് പിന്നിൽ സെന്റ് ജോർജ് ബേബി എന്ന സ്കറിയയുടെ കഠിനാധ്വാനമാണുള്ളത്. 5 ഫോൾഡ് കുടകൾ പോലെ സ്ത്രീകളുടെ ചെറിയ ബാഗിൽ ഒതുങ്ങുന്ന കുടയും ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ഫാനുമുള്ള കുടകളും വരെ ഓരോ കാലത്തും പുത്തൻ പരീക്ഷണവുമായി മലയാളികളുടെ മുന്നിൽ ബേബി അവതരിപ്പിച്ചിരുന്നു. സഹോദര ബ്രാൻഡായ ജോൺസും ഒട്ടും വിട്ടുകൊടുത്തിരുന്നില്ല. കാറ്റിൽ കുട നിവർന്നു പോകാത്ത ആന്റി വിൻഡ് കുടകൾ, വെയിൽ തട്ടുമ്പോൾ പൂക്കൾ വിരിയുന്ന മാജിക് കുടകൾ, അൾട്രാ വയലറ്റ് പ്രൊട്ടക്ഷൻ കുടകൾ എന്നിവ ഇറക്കി ജോൺസും പോപ്പിയുടെ കൂടെ കട്ടയ്ക്ക് തന്നെ പിടിച്ചു നിന്നിരുന്നു. മഴ വന്നാൽ കുടയെന്നാൽ പോപ്പിക്കുട എന്ന പരസ്യത്തിന് ബദലായി കുഞ്ഞാഞ്ഞ വന്നാൽ ജോൺസ് കുട എന്ന പരസ്യവും ഇറങ്ങിയിരുന്നു. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും മഴയെത്തുമ്പോൾ മലയാളി മനസ്സിലേക്ക് ഓടിയെത്തുന്ന പേരുകളാണ് പോപ്പിയും ജോൺസും. പിന്നെ അവരുടെ തലതൊട്ടപ്പനായ സെന്റ് ജോർജ്.